പറഞ്ഞു വന്നിരുന്നു. ആ മഹബ്ബത്ത് യഥാർത്ഥത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ വിശദീകരിച്ചപ്പോൾ തന്നെ അതിന് വിപരീതം വെറുത്തുകൊണ്ട് ഇസ്ലാമിനെ ഉപേക്ഷിച്ചതായ വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശൈലിയാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, ഈ മതത്തിൽ ഒരാൾ വന്ന ശേഷം അതിൽ നിന്നിട്ടാരെങ്കിലും ആ മതത്തോട് വെറുത്തുകൊണ്ട് പിൻവലിക്കുന്ന വിഭാഗം, മുർത്തദ്ദായി പോകുന്ന വിഭാഗം, അത് മൂന്നൊക്തുകാരായിട്ട് മുർത്തദ്ദാവട്ടെ, മതത്തെ തള്ളിപ്പറഞ്ഞ് മുർത്തദ്ദാവട്ടെ, സിന്ദീഖുകളായ മുർത്തദ്ദാവട്ടെ, യുക്തിവാദിയായ മുർത്തദ്ദാവട്ടെ, നിരീശ്വരവാദിയായിട്ടോ നിർമ്മതവാദിയായിട്ടോ മുർത്തദ്ദാവട്ടെ, എങ്ങനെയായിരുന്നാലും വിരോധമില്ല. ഈ മതത്തിൽ നിന്നിട്ട് വ്യതിചലിച്ച് ഒഴിവായി പോകുന്ന വിഭാഗം അപ്പോൾ അവർ വെറുത്തു നർത്തം. വെറുത്തപ്പോൾ അല്ലാഹ് പറയുന്നു, അല്ലാഹ് അവർക്ക് പകരം കൊണ്ടുവരുന്നതാണ് ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നതാണ്. യുഹിബ്ബുഹും, അല്ലാഹ് അവരെ സ്നേഹിക്കുന്നു. അതിനത്തിൽ അല്ലാഹ് നമ്മെ പെടുത്തട്ടെ. അല്ലാഹ് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. നാം അള്ളാഹിനെ സ്നേഹിക്കും, പക്ഷെ അള്ളാഹ് സ്നേഹിക്കുമോ ഇല്ലെന്ന് നമ്മൾക്കറിയാമോ? എന്തുകൊണ്ട്? നമ്മുടെ സ്നേഹം അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ ആകുന്നുണ്ടെങ്കിൽ തനിച്ച് റൂമിലിരിക്കുകയാണെങ്കിൽ, ആരും കാണാതെ ഇരിക്കുകയാണെങ്കിൽ, സെക്സ് ഫിലിമിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, അശ്ലീലത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, പൈങ്കിളി സാഹിത്യത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത രംഗത്തിലാണെങ്കിൽ അവിടെ അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് വിരമിക്കാൻ അവന്റെ ആദർശം അവനെ സഹായിക്കും, അവന്റെ തൗഹീദ് അവനെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്, അതാണ് വേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനായി എന്ന് പറയാൻ നമ്മെക്കുറിച്ച്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. നിബന്ധന കേട്ടോളീൻ. അല്ലാഹ് സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? സത്യവിശ്വാസികളോട് എന്നെന്നില്ലാത്ത സ്നേഹം അവരിലൂടെ എടുക്കണം. അവരോട് വിനയമുണ്ടാവണം. മുസ്ലിങ്ങളോട് എന്തെന്നില്ലാത്ത മഹബത്തും വിനയവും. മുസ്ലിം പ്രശ്നപരിഹാരത്തിന് വേണ്ടി തബറാനിയോ മറ്റോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഓർമ്മയിൽ വരുന്നു, മുഅ്മിനീങ്ങളുടെ പ്രശ്നമായി പരിഗണിക്കാത്തവൻ മുഅ്മിനല്ല. അതിന്റെ സിഹത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, തബറാനിയിലോ മറ്റുള്ളതാണ്. പക്ഷെ മാന ക്ലിയറാണ്. മുഅ്മിനീങ്ങളുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായി മാറണം. അതിനുവേണ്ടിയാണ് റസൂൽ ഇവിടെ വന്ന ഉടനെ തന്നെ മുആഹാത്തുണ്ടാക്കി. നിങ്ങൾ ഇരിക്കുന്ന മദീന പഠിപ്പിക്കുന്ന പാഠമാണത്. റസൂൽ ഇവിടെ വന്ന ഉടനെ എന്ത് ചെയ്തു? മുഹാജിറുകളും അൻസാറുകളും, രണ്ട് നാട്ടുകാർ, അവൻ മലപ്പുറക്കാരനല്ലേ, ഇവൻ കാസർഗോഡുകാരനല്ലേ എന്ന വെറുപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളതാണല്ലോ. ഈ പറഞ്ഞ നാട്ടിൽ മാത്രമല്ല കേട്ടാ, ഏത് നാട്ടിലും പരസ്പരം അങ്ങും ഇങ്ങും എന്തുണ്ടാകും? വർഗീയത ഉണ്ടാകും അല്ലേ? ദേശീയതയും വർഗീയതയും ലോകവ്യാപകമാണ്. ഇങ്ങനെയുള്ള ഒരു അറുപ്പ് വെറുപ്പ്, അവൻ മക്കാരൻ, ഇവൻ മദീനക്കാരൻ എന്ന രൂപത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പിടിച്ചവരുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടാക്കി, മുആഹാത്തുണ്ടാക്കി, സഹോദര്യ ബന്ധമുണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ ആ സഹായ സഹകരണങ്ങൾ, അതിനെക്കുറിച്ചാണ് റബ്ബ് പറയുന്നത്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അതാണ് നാം നേരത്തെ ഓതി വെച്ച ആയത്തിൽ അശിദ്ദു അലൽ കുഫാർ, കാഫിരീങ്ങളോട് എന്തെന്നില്ലാത്ത ഷിദ്ദത്ത് അവരിൽ ഉടലെടുക്കണം. ഇപ്പൊ ഷിദ്ദത്തല്ല, ലേനാണ്. എങ്ങനെയെങ്കിലും ഒരു ലേനം ഉണ്ടാക്കാം കാഫിരീങ്ങളായിട്ട്. ഇങ്ങനെയെങ്കിലും ലേനം ഉണ്ടാക്കുക. അവർ കാട്ടുന്ന കുറച്ചൊക്കെ നാമും കാട്ടാം. അവർ കാട്ടുന്ന ഉറൂസിന്, അവർ കാട്ടുന്ന ആ മേളയോട് തുല്യതയുള്ള ഉറൂസ് നാം ഉണ്ടാക്കാം. അവർക്കുണ്ട് മേള, നമുക്കുണ്ട് ഉറൂസ് അല്ലേ? എന്താ വ്യത്യാസം? ഒന്നുമില്ല. അവിടെ മേളയിൽ നടക്കുന്നൊക്കെ ഇവിടെ നടക്കും. മേള നടക്കുന്ന അതേ വിഭാഗം അവരുടെ അമ്പലത്തിൽ നിന്നിട്ട് കൊണ്ടുവരുന്ന അരിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. എവിടെ? ഉറൂസ് നടക്കുന്ന സ്ഥലത്ത് വിതരണം ചെയ്യുന്നത്. ലയനേ, ഇതാണ് ലയനം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു സൂറത്തുൽ ഇസ്രായിലൂടെ അങ്ങേയറ്റം ആക്ഷേപിച്ച് സംസാരിച്ച ശൈലിയാണ്. എന്ത്? അവർക്ക് അവർക്ക് പൂതി നിങ്ങൾ അവരെ പോലെ ശിർക്ക് ചെയ്യുന്നവരായി മാറട്ടെ, എന്നിട്ട് നിങ്ങളും അവരും തുല്യപ്പെടട്ടെ എന്നാണ്. അവർ സോപ്പിടും പോലെ നിങ്ങളും സോപ്പിടണമെന്ന് അവർക്ക് പൂതി. ഖുർആന്റെ ശൈലിയാണ്. അവർ സോപ്പിടും പോലെ നിങ്ങളും സോപ്പിടണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്ന് പറഞ്ഞു,
ഇദൻ ലത്തഖദൂക ഖലീലാ വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദൻ ലാദഖനാക ളഅഫൽ ഹയാതി വളഅഫൽ മമാത് ثم لا تجد لك علينا نصيرا. ഇത് എന്തെങ്കിലും നിലക്കൊന്ന് അവർക്ക് ചാഞ്ഞു കൊടുക്കുക, അവർ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ ഞങ്ങളെ ദൈവങ്ങളെ പൂജിച്ചോ, ഒരു ദിവസം നിങ്ങളുടെ ദൈവത്തിനെ ഞങ്ങളും പൂജിക്കാം എന്നൊക്കെ അങ്ങോട്ട് നീക്കുപോക്കെ, ചെറിയ നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാന്നുള്ള പദ്ധതി ഇപ്പോൾ അത് വികസിച്ച് വരികയാണ് കേരളത്തിൽ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ എന്താണ്, മുസ്ലിങ്ങൾ ഓണം കൊണ്ടാടും, ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കും, മുസ്ലിങ്ങൾ ക്രിസ്മസ് കൊണ്ടാടും, ക്രിസ്മസിൻ്റെ ഭക്ഷണം കഴിക്കും. അവരുണ്ടാക്കുന്ന ഏത് മതസ്ഥർ അവരുടെ പ്രത്യേക ആദർശത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഭക്ഷണം മുസ്ലിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല, അവർക്ക് ഹറാമാണ്. ശിർക്ക് ചെയ്യുന്നവർ ശിർക്ക് ചെയ്തുകൊണ്ടുണ്ടാക്കിയതായ, അതിന് വേണ്ടി ഉണ്ടാക്കിയതായ ആ ഭക്ഷണവും തൗഹീദിൻ്റെ ഉടമകൾ കഴിക്കൽ ഹറാമാണ്. മനസ്സിലാക്കണം. അപ്പോഴാണ് എന്ത് വരിക, യുഹിബ്ബുഹും വയുഹിബ്ബൂന. ഈ ആയത്ത് വിറ്റാക്കിയവരായി മാറുള്ളൂ. അള്ളാനെ അവർ സ്നേഹിക്കുന്നു, അള്ളാനെ അവർ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടതിനൊക്കെ അവർ ഇഷ്ടപ്പെടും, അള്ളാഹ് വെറുത്തതിനെയൊക്കെ അവർ വെറുക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം ആ മുസ്ലിങ്ങളുടെ ഇടയിൽ ദഅവത്ത് നടത്തണ്ടായെന്നാണോ? അതും മനസ്സിലാക്കരുത്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്താൻ പോകുന്നവരോടൊക്കെ സ്നേഹിച്ച് ദഅവത്ത് നടത്താൻ പോയതല്ല, പിന്നെയോ അവർ നന്നാവട്ടെ എന്ന പ്രതീക്ഷയിൽ ദഅവത്ത് നടത്താൻ പോയതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറുപ്പത്തിലേ കേൾക്കുന്ന കഥയാണ്, ബുഖാരിയിലുള്ള കഥയാണ്, മദീനയിൽ സംഭവിച്ച കഥയാണ്. ജൂതനെ കുറിച്ച് അന്വേഷിച്ചു, അദ്ദേഹം രോഗിയാണെന്ന് പറഞ്ഞു. ഒരു ജൂത യുവാവ്, കുട്ടി, പ്രായം തികഞ്ഞ കുട്ടിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ജൂതന്റെ വീട്ടിലേക്ക് കടന്നു. അല്ലേ, നമുക്ക് കേട്ട് പരിചയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചികിത്സിച്ചത്? എങ്ങനെയാണ്? നാം ചികിത്സിക്കുന്ന രൂപമാണോ? നാം വല്ല മരുന്നും കൊണ്ടുപോകും, അല്ലെങ്കിൽ മ്യൂസിക്കുള്ള ഹാർമോണിയമുള്ള കേസറ്റ് കൊണ്ടുപോകും. രോഗിയെ സന്ദർശിക്കാനേ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്ക് മൂപ്പം മരിക്കാൻ കിടക്കാണ്, നമ്മൾ മ്യൂസിക്കായിട്ട് കൊണ്ടുപോവാണ്. വേണ്ടാത്തതിന് ടേപ്പരി കാർഡും കൂടി. എന്തിനാണ്? മൂപ്പരവിടെ ഇരുന്ന് കേട്ടോട്ടെ എന്നും. നേരം പോകാനേ മൂപ്പര ഓപ്പറേഷനിൽ കിടക്കാണ്. നേരം പോകാൻ ടേപ്പരി കാർഡും മ്യൂസിക്കും ഹാർമോണിയങ്ങളും. അള്ളാഹിനോട് മല്ലിടാം, എന്നാലും ദിക്ർ ചെല്ലാനോ ഖുർആൻ കേൾപ്പിക്കാനോ തോന്നലില്ല. അതല്ല അവിടെ മൂപ്പര് ആവശ്യമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജൂതനായ രോഗിയെ സന്ദർശിക്കാൻ ചെന്ന വേളയിൽ എന്താണ് സഹോദരന്മാരെ പറഞ്ഞത്? കുട്ടിയെ നോക്കിയ ഉടനെ തന്നെ, യുവാവാണ്, പ്രായം തികഞ്ഞ ആളാണ്, നോക്കിയ ഉടനെ തന്നെ റസൂൽ മനസ്സിലായി ഇദ്ദേഹം ജീവിക്കാൻ സാധ്യതയില്ല, മരണശൈലിയിൽ കിടക്കുന്ന രോഗത്തിലാണ്. കേട്ടോളീൻ, ഈ മദീനയിൽ സംഭവിച്ചതാണ്. നാമും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നാം എങ്ങനെയാണ് നമ്മുടെ അയൽവാസി ജൂതൻ, അയൽവാസി ക്രിസ്ത്യൻ, അയൽവാസി അമുസ്ലിം, അയൽവാസി ശിർക്ക് ചെയ്യുന്നവൻ, അങ്ങനെയുള്ളവരോട് ഏത് രൂപത്തിൽ സമീപിക്കണം എന്നത് പഠിക്കാൻ വേണ്ടിയാണ് റസൂൽ അത് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ കുട്ടിയോട്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ലിം എന്ന അർത്ഥത്തിലേക്ക് വേറെയും റിപ്പോർട്ടിൽ കാണാം. മുസ്ലിം ആവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അവിടെ പിന്നെ ചർച്ചയ്ക്ക് ടൈമില്ല. മൂപ്പര് പോയ അപകടത്തിൽപ്പെട്ടു. ചർച്ചയ്ക്ക് ടൈമില്ല, സമയമില്ല സംസാരിക്കാൻ സമയം വേസ്റ്റാക്കാനും പാടില്ല അങ്ങനെയുള്ള രംഗത്തിൽ. റസൂൽ എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. അപ്പോൾ കുട്ടി കണ്ണ് തുറന്നുകൊണ്ട് വാപ്പയിലേക്ക് നോക്കാണ്, കണ്ണുരുട്ടിയും കൊണ്ട് വാപ്പയിലേക്ക് നോക്കാണ്. അനുവാദം ചോദിക്കും പോലെ, വാപ്പ ജൂതനല്ലേ, അനുവാദം ചോദിക്കും പോലെ അപ്പോൾ വാപ്പ പറഞ്ഞു, അതേ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അബുൽ ഖാസിം എന്നെ മറുപടി നൽകൂ, അദ്ദേഹത്തിന് അനുസരിക്കൂ എന്ന് ഓർഡർ കിട്ടി. അപ്പോൾ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇഹലോകവാസം വെടിഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്നിട്ട് ആ മനുഷ്യനെ മോചിപ്പിച്ച റബ്ബിന്റെ സ്തുതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. ആ റബ്ബിന്റെ സ്തുതി പറയുന്നു സഹാബാക്കളോട്. വാപ്പ ഒഴിവാക്കാൻ പറയും പോലെ അവിടെയാണ് വ്യതിരിക്തത കാണുക, അവിടെയാണ് വലാ കാണുക, അവിടെയാണ് മുസ്ലിമോനുള്ള സ്നേഹം കാണുക, അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മുടെ ആളായി മാറി എന്നത് കാണുക. റസൂൽ പറയുന്നു സഹാബാക്കളോട്, ജഹിസു അഹാക്കും, നിങ്ങളുടെ സഹോദരനായ മുസ്ലിമിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസയെ, അദ്ദേഹത്തിന്റെ മയ്യത്ത് പരിപാലനം നടത്തുക. ഇപ്പോൾ ആള് മാറി, ഇപ്പോൾ നിങ്ങളുടെ സഹോദരനാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ പരിപാലനം നടത്തേണ്ടത് നിങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാപ്പയായ ജൂതനല്ല. അദ്ദേഹത്തിന് നിങ്ങൾ നമസ്കരിക്കണം, അദ്ദേഹത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് പറയണം.
ആ രൂപത്തിലുള്ളതായ സമീപനം അങ്ങനെയുള്ള റിസൾട്ടിലേക്ക് എത്തും എന്നതാണ് മദീന പഠിപ്പിക്കുന്ന പാഠം. സഹോദരന്മാരെ, സഹോദരികളെ, അങ്ങനെയുള്ള സമീപനം ഏത് സഹോദരൻ നമ്മുടെ അയൽവാസികളോട് കാട്ടാം, ഏത് അമുസ്ലിങ്ങളോട് കാട്ടാമെന്നല്ല, കാട്ടണം, നമ്മുടെ ബാധ്യതയാണ്. ഏത് ഈ മതം എല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്ത്യനുള്ളതാണ്, ജൂതനുള്ളതാണ്, മനുഷ്യരാശിക്കുള്ളതാണ്, ഒരു പ്രത്യേക വകുപ്പിനുള്ളതല്ല. അത് എന്തല്ല, അവരെ ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ട് ലേനമുണ്ടാക്കലല്ല. അത് നമ്മുടെ കൗമ കാട്ടുന്നത് പോലെ ലേനമുണ്ടാക്കാം. അപ്പോൾ കുഫറിനോടും കുഫറിന്റെ ഉടമകളോടും ശിദ്ദത്ത് നമ്മളിൽ ഉടലെടുക്കണം, വെറുപ്പും അറുപ്പും ഉടലെടുക്കണം. എന്തുകൊണ്ട്? ഒരു ഗ്ലാസിൻ്റെ അകത്ത് മഹബത്തും അള്ളാഹിനോടുള്ള മഹബത്തും അള്ളാഹിനോടുള്ളതായ മഹബത്ത് കേടും രണ്ടും ഒരുമിച്ച് കൂടൂല. ഈ ഗ്ലാസ് ഫുള്ളായി കഴിഞ്ഞാൽ ഒരു തുള്ളി താഴെ ഇറങ്ങണം, എന്നാലേ അതിൽ വേറൊരു തുള്ളി ചേർക്കാൻ പറ്റുള്ളൂ. ഒരു തുള്ളി താഴെ ഇറങ്ങാതെ ചേരൂല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ആദ്യം ലാ ഇലാഹ എന്ന് കൽപ്പിച്ചത്. ഇലാഹില്ലേ ഇല്ല അല്ലാഹു അല്ലാതെ ആദ്യം ക്ലിയർ ആക്കുക ഹൃദയം. ആദ്യം മനുഷ്യ പൂജ നിർത്തുക. മൊയ്തീശേഖിന് പൂജയില്ല, മമ്പർത്ത തങ്ങൾക്ക് പൂജയില്ല, ഉള്ളാളത്ത് തങ്ങൾക്ക് പൂജയില്ല, അയ്യപ്പന് പൂജയില്ല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അവർക്ക് നേർച്ചയാക്കലില്ല. കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരുടെ കയ്യിൽ നന്മയോ തിന്മയോ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കാഫറാകുന്നു, അവൻ മക്ക കാഫിനോട് തുല്യരായി മാറുന്നു. അതാണ് പാടില്ലാത്തത്. നാം പഠിച്ചു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. മുഅ്മിനീങ്ങളോട് എന്തെന്നില്ലാത്ത സ്നേഹവും അപ്രകാരം അമുസ്ലിങ്ങളോട് ശിർക്ക് ചെയ്യുന്നവരോട് ഹൃദയത്തിൻ്റെ അകത്ത് വെറുപ്പും ഉണ്ടാകുന്ന ഒരു വിഭാഗം യുഹിബ്ബുഹും വയുഹിബ്ബൂന. അള്ളാഹുവിനെ അവർ സ്നേഹിക്കുന്നു, അവരെ അള്ളാഹും സ്നേഹിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് പ്രത്യേകതകൾ അവർക്ക് ലഭിക്കാൻ അവർ കാട്ടിക്കൂട്ടിയത് എന്താണ്? അവരുടെ പ്രവർത്തനം വെറുക്കേണ്ടവരോട് വെറുക്കുക, ഇഷ്ടപ്പെടേണ്ടവരോട് ഇഷ്ടപ്പെടുക. മനസ്സിലായില്ലേ? വെറുക്കേണ്ടവരോട് അപ്പോൾ ഇഷ്ടപ്പെടേണ്ടവരോട് ഇഷ്ടപ്പെടാതിരുന്നാലോ അതും തെറ്റന്നെ. നമ്മുടെ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തി സലാം പറയുമ്പോൾ സലാം മടക്കാതിരിക്കുക, അവർ പോകുന്ന വഴി മാറി നടക്കുക, അവരുമായിട്ട് ലയനമില്ലാതിരിക്കുക, ബന്ധമില്ലാതിരിക്കുക, സ്നേഹമില്ലാതിരിക്കുക, അവരുമായി ഒഴിവാക്കി ഉപഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങും ഇങ്ങും സ്റ്റേജിൽ കയറിയിട്ട് ചീത്ത പറയുക. അപ്പോൾ എവിടെ എത്തി? നാം ഈ പറഞ്ഞ ഇനത്തുനിന്ന് പുറത്തുപോയി. അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാൻ കുറേ പ്രയാസമുണ്ട്. അള്ളാഹിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ പ്രയാസമുണ്ട്. അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാൻ അള്ളാഹ് പറയുന്ന നിബന്ധന എന്താണ്? മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യം പാടില്ല, ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഏകോദര സഹോദരന്മാരായിട്ട് അവർ ജീവിക്കേണ്ടവരായിരിക്കണം. അതേപോലെ നേരെ മറിച്ചു